കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കമന്റ് ബോക്സിൽ വന്ന വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ഉത്തരവാദിത്തമില്ലായ്മ മാറ്റാനാകും? അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് പറയുന്ന സംശയങ്ങൾക്ക് അല്ലെ അവരുടെ ന്യായമായിട്ടുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെയും എൻ്റെയും ഒക്കെ ഒരു ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് അവരുടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഒരു ജെന്യൂനിറ്റി അത് കാര്യമായിട്ട് അവർക്ക് സാധിക്കാനുള്ളതാണ് എന്ന് തോന്നി. അതുകൊണ്ട് ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തമില്ലായ്മ നമുക്ക് ഒരു പരിധി വരെ മാറ്റാനാവും. അത് പൂർണ്ണമായിട്ടൊന്നും പറയാനൊക്കെ ഇല്ല. കാരണം എന്താ വെച്ചാൽ അവനവൻ്റെ മനസ്സാണ്. അവനോ ഉത്തരവാദിത്വം ഇല്ലാതെ ഈ മദ്യപിച്ച്, ഉദാഹരണം പറയാം, മദ്യപിച്ച് ചീട്ടുമൊക്കെ കളിച്ച് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ ഭാര്യ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ആഹാരവും കഴിച്ച് മക്കളെയും ഭാര്യയൊക്കെ ഉപദ്രവിച്ച് നടക്കുന്ന ഭർത്താക്കന്മാർ കഥകളിലും ഉണ്ട്, സിനിമകളിലും ഉണ്ട്, നേർക്കാഴ്ചയായിട്ടും ഉണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളത് നമുക്ക് ഒരു പരിധി വരെ മാറ്റാനാവും. പിന്നെ കൗൺസിലിംഗ് ഒക്കെ, കുടുംബ കൗൺസിലിംഗ് ഒക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ആളിനൂടെ മനസ്സുണ്ട്, നേരെയാവണമെന്ന് അവനൂടെ മനസ്സുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ ആരെന്തോ ചെയ്തിട്ട് യാതൊരു കഥയില്ല. എന്തോ വഴിപാട് ചെയ്യണമെങ്കിലും അവനവനൊരു മനസ്സുണ്ടെങ്കിൽ, നന്നാവണമെന്ന് അവനോട് ചിന്താഗതി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഭാര്യയോടും മക്കളോടും അവനവനോടും കുടുംബത്തിനോടും സ്നേഹമുള്ളവർക്ക് എത്ര ചീത്തയായിട്ട് നടന്നാലും ഇപ്പം ഒരാൾ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നാവണമെന്നൊരു മനസ്സുണ്ടാവും. ചിലർ കൂട്ടുകെട്ടുകളിൽ പോയി പെട്ട് നശിക്കുന്നവരുണ്ടാവും. അതൊക്കെ നമുക്ക് കാര്യങ്ങൾ ഒരാളിനെ വ്യക്തമായിട്ട് ഒരാളിനെ നല്ല കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മാറ്റിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അല്ലാതെ കണ്ട് താൽക്കാലിക രീതിയിൽ ആളുടെ സ്വഭാവ രീതികളിൽ ആളുടെ ഭാര്യയോടും മക്കളോടും ഒക്കെ സ്നേഹമില്ലാത്ത അവസ്ഥ, അല്ലെ ഭർത്താവിനോടും മക്കളോടും സ്നേഹമില്ലാത്ത ഭാര്യമാരുണ്ടാവാം. അപ്പം അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കൂടുതലായിട്ട് ഇതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക. നമുക്ക് ഇന്നത്തെ വിഷയങ്ങളിലേക്കൊന്ന് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ആളിൻ്റെ പേര്, നാള്, അതുപോലെ ഓം ജയ് ശ്രീറാം, ഓം വീര ഹനുമതേ നമ, ഓം മഹാഹനുമതേ നമ, ഇത്രയും ചെറിയൊരു സ്റ്റിക്കറിൻ്റെ വലിപ്പത്തിൽ ചെറുതായിട്ട് എഴുതി അത് നൂലിൽ, അത് വെളുത്ത നൂലിലല്ല കോർക്കേണ്ടത്, വെളുത്ത നൂല് വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു മഞ്ഞ കുങ്കുമത്തിനകത്ത് ഇട്ട് വെച്ച് ആ നൂല് ചുവപ്പാക്കണം. ചുവപ്പിനകത്ത് വെച്ച് ഇത് കെട്ടണം. മാലയായിട്ട് കെട്ടിയിട്ട് ഒന്നുകിൽ 108 ആവാം, 108 കഴിഞ്ഞാൽ പിന്നെ 336 ആവാം, അല്ലെങ്കിൽ 555 ആവാം, അല്ലെങ്കിൽ 736 ആവാം. ഇതിലേതെങ്കിലും, അല്ലെങ്കിൽ 1008 ഏറ്റവും കൂടുതലായിട്ട് പറയപ്പെടുന്നത്. ഇത്ര സംഖ്യ എഴുതിയിട്ട് അത് എഴുതേണ്ട കാര്യമുണ്ട്. രാവിലെ ഒരു 10 എണ്ണം, അല്ലെങ്കിൽ ഒരു 11 എണ്ണം, വൈകിട്ട് ഒരു 10, 11, അങ്ങനെ ദിവസം വെച്ച് വേണം നമ്മൾ എഴുതാനായിട്ട്. ശരീരശുദ്ധി ഉള്ളപ്പോഴേ എഴുതാവൂ. ഇപ്പം നമുക്ക് കൂടുതലായിട്ട് എണ്ണം എഴുതണം എന്നുണ്ടെങ്കിൽ 11 കഴിഞ്ഞാൽ പിന്നെ 36 പറയുന്നത്. 36 രാവിലെ എഴുതാം, 36 വൈകിട്ട് എഴുതാം. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. അത്ര എന്നാണ് തീരുന്നത് ആ ദിവസം വരെ ഓരോ നാണയം പുതിയൊരു വഞ്ചി വാങ്ങിച്ച് വെച്ച് അതിനകത്ത് ഒഴിഞ്ഞിടണം. അതിനുശേഷം ഇത് അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ട് ചാർത്തി അവിടെ വെണ്ണ കൊണ്ട് ഭഗവാന്റെ മുഖം ചാർത്തുക, വെണ്ണ ചാർത്തുക, മുഖത്ത് വെണ്ണ ചാർത്തി പ്രാർത്ഥിക്കുക. ഒന്നാമത് ചെയ്യാനുള്ള. രണ്ടാമത്, രൗദ്രതയേറിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ആളിൻ്റെ പേരിൽ നാളിലും ഒക്കെ ആയിട്ട് കൈവട്ട ഗുരുതി എന്ന് പറഞ്ഞൊരു ഗുരുതിയുണ്ട്, കൈവട്ട ഗുരുതി നടത്തുക. മൂന്നാമത് ചെയ്യാനുള്ളതാണെങ്കിൽ ഗണപതി ഹോമത്തെങ്കിൽ 18 ദിവസം അടുപ്പിച്ച് ഒരു ദിവസം 11 സംഖ്യ വെച്ച് മതി. സുദർശന മന്ത്രത്താൽ കടലാടി ചമത നെയ്ക്കകത്ത് മുക്കി ഹോമിക്കുക. പിന്നെ ചെയ്യാനുള്ളതാണ് ഒരു 7 ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയിട്ട് ആൾ കഴിക്കുമെന്നുണ്ടെങ്കിൽ കദളിപ്പഴം ജപിച്ച് കൊണ്ടുവന്നിട്ട് ശിവമഹാമാല മന്ത്രമുണ്ട്, ശിവന്റെ മാലാമന്ത്രം കൊണ്ടുള്ള വലിയ മാലാമന്ത്രം കൊണ്ട് ശിവഭഗവാന്റെ ശിവതാണ്ഡവ സ്തോത്രമൊക്കെയാണ്, സ്തോത്രം കൊണ്ടൊക്കെ നമുക്ക് ആ കദളിപ്പഴം ജപിച്ച് ആളിന് കൊടുക്കുക. ആളിൻ്റെ പേര് ജലധാരയും ക്ഷീരധാരയൊക്കെ നടത്തുക. ഇതുകൊണ്ടൊക്കെ ആളിൻ്റെ ഒരു പരിധി വരെ ആളിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ മാറ്റിയെടുക്കാനാവും. പിന്നെ ബാക്കി താൻ പാതി ദൈവം പാതി എന്ന്, ദൈവത്തിൻ്റെ പകുതി നമുക്ക് ചെയ്യാം, അവനവൻ്റെ പകുതി അവനവൻ ചെയ്തെങ്കിലേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉത്തരവാദിത്തമില്ലായ്മ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഭാര്യ പറഞ്ഞു കേട്ട് നിൽക്കാൻ ഭർത്തൃവശ്യന്ത്രമൊക്കെ ഉണ്ട്. അപ്പം ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമില്ലായ്മയെങ്കിൽ ഇത് ഭാര്യ വശ്യമായിട്ട് നിൽക്കാൻ പത്നി വശ്യയന്ത്രമൊക്കെ ഉണ്ട്. അതൊക്കെ ധരിക്കുന്നതിലൂടെ നമുക്ക് ആളിനൊരു പരിധി വരെ നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഒരുപാട് മാതൃക്രിയകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള മറുപടികളും ന്യായമായിട്ടുള്ള കമൻറ്റുകൾക്കുള്ള മറുപടികളും തരുന്നതായിരിക്കും. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.